ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ജ്ഞാനം സാത്വികം, രാജസം, താമസം എന്ന് വിഭജിക്കപ്പെട്ടതുപോലെ കർമ്മവും സാത്വിക കർമ്മം, രാജസകർമ്മം, താമസിക കർമ്മം എന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ സാത്വിക കർമ്മം എന്താണ്? രാഗദ്വേഷങ്ങളില്ലാതെ ഫലമോർക്കാതസക്തനായി, ഇഷ്ടാനിഷ്ടങ്ങളെ കൂടാതെ ഒരു ഫലവും ഇച്ഛിക്കാതെ ഒന്നിലും ആസക്തിയില്ലാതെ ഈ കർമ്മം വിധിക്കപ്പെട്ടതാണെന്ന് കരുതി ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് സാത്വിക കർമ്മം എന്ന് പറയുന്നത്. ഇനി രാജസകർമ്മം എങ്ങനെയാണ് എന്ന് പറയുകയാണ്. യത്കാമേപ്സുനാ കർമ്മം സാഹങ്കാരേണ വാ പുനാം ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. ഇതിൻ്റെ വിവർത്തനം ഒന്ന് നോക്കുക. അഹങ്കാരത്തിലാണ്ടിട്ടും ഫലമാശിച്ചുമാവിധം ഏറെ ക്ലേശിച്ചു ചെയ്തിടും കർമ്മം രാജസമോദിടാം. അഹങ്കാരത്തോടു കൂടി ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന ഭാവത്തിൽ രാജസീയമായ കർമ്മം എപ്രകാരമാണെന്ന് വിവരിക്കുകയാണ്. അഹങ്കാരത്തിലാണ്ടേടും, ഞാൻ ചെയ്യുന്നു, ഇതൊക്കെ ഞാനാണ് ചെയ്തത്, ഞാനില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന ഭാവത്തിൽ ഫലമാശിച്ചുമാവിധം, ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇച്ഛിച്ചുകൊണ്ടും മാത്രമല്ല ഏറെ ക്ലേശിച്ചു ചെയ്തിടും, പിന്നെ ആ ചെയ്യുന്ന കർമ്മം വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ്. ഒരു കർമ്മം ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാൽ അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നാൽ ഇത് ലഘുവാണെന്ന് കരുതി നമ്മൾ ഇത് തൻ്റെ കർത്തവ്യമാണെന്നും കരുതി ചെയ്യുകയാണെങ്കിൽ, സമർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം ഭാരമായിട്ട് തോന്നുകയേയില്ല. പക്ഷേ ഇതങ്ങനെയല്ല. അഹങ്കാരത്തോടുകൂടി ഫലത്തിൽ ഇച്ഛയോടുകൂടിയും വളരെ ക്ലേശിച്ച്, അയ്യോ ഈ കർമ്മം വേറെ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല, അത് എനിക്ക് മാത്രമേ കഴിയൂ, ഞാനത് ചെയ്തപ്പോൾ എത്ര കഷ്ടപ്പെട്ടു എന്നറിയുമോ, വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചാണ് ഞാൻ ആ പ്രവൃത്തി ചെയ്തത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുന്ന കർമ്മം ആണ് രാജസീയമായ കർമ്മം എന്ന് പറയുന്നത്. അഹങ്കാരത്തിലാണ്ടിട്ടും ഫലമാശിച്ചുമാവിധം ഏറെ ക്ലേശിച്ചു ചെയ്തിടും കർമ്മം രാജസമോദിടാം. ഈ പദ്യം തന്നെ നമ്മളൊന്ന് മനനം ചെയ്താൽ പിന്നെ നമുക്ക് അർത്ഥം വിവരിക്കേണ്ട ആവശ്യമില്ല. അത്ര ലളിതവും വ്യക്തവുമാണ് ആ കവിതാശകലങ്ങൾ. അതുകൊണ്ട് ഈ തർജ്ജമ ചെയ്ത സംസ്കൃതം അറിയാത്തവർ, എന്നെപ്പോലെയുള്ളവർ, എനിക്ക് സംസ്കൃതം അറിയില്ല, ഞാൻ ഒട്ടും അത് പഠിച്ചിട്ടില്ല, ഇനി അത് പഠിക്കണമെന്ന ആഗ്രഹവുമില്ല. കാരണം ഈ ഭാഷയല്ല പഠിക്കേണ്ടത്. ആ ഭാഷയിൽ ഏതൊരാശയമാണോ നമുക്ക് പ്രകടമാക്കി തരുന്നത് ആ ആശയത്തെ ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുക എന്നതാണ് പ്രധാനം. അതിന് തന്നെ നമുക്ക് ആയുസ്സില്ല. അതിനാൽ ഇതെല്ലാം പഠിക്കാൻ സാമർഥ്യമുള്ളവർ, അതിന് കഴിവുള്ളവർ, അതിന് ആരോഗ്യവും ചെറുപ്പവുമുള്ളവർ അത് പഠിക്കട്ടെ. എങ്കിലല്ലേ അവർ വിവർത്തനം ചെയ്ത് പഠിക്കാത്ത ആളുകളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ലളിതമാണിത്. അത്രയും നമുക്കതിൻ്റെ ആശയം വളരെ വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ്. അഹങ്കാരത്തിലാണ്ടിട്ടും ഫലമാശിച്ചുമാവിധം ഏറെ ക്ലേശിച്ചു ചെയ്തിടും
കർമ്മം രാജസമോദിടും.